ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞാൻ മത്തൻ്റെ ഇല കൊണ്ട് ഒരു സിമ്പിൾ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് നമുക്ക് ഈ തണ്ട് ഒഴിവാക്കിയിട്ട് കൈ കൊണ്ട് പറിച്ചെടുക്കാം. പിച്ചി പറിച്ചെടുക്കുക എന്നാണ് പറയുക. ഈ തണ്ടുകളൊക്കെ നമുക്ക് ഒഴിവാക്കണം. അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് ഇത് നമുക്ക് ഇങ്ങനെ നുള്ളി ഇടാം. ഇങ്ങനെ അത് പറിച്ച് മാറ്റിയിരിക്കുകയാണ്. ഇതിൻ്റെ വേണ്ടാത്ത തണ്ടുകളാണ് മാറ്റി വെച്ചിരിക്കുന്നത്. ഇനി നമുക്കിത് പാചകം ചെയ്യാം. ഇതിലെ നമ്മൾ ഇലക്കറികൾ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണെന്ന് അറിയാമല്ലോ. അപ്പോൾ ഈ മത്തൻ്റെ ഇല പാചകം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഇൻഡാലിയത്തിൻ്റെ ചീനച്ചട്ടിയാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. കാരണം ഇത് നമ്മൾ ഈ ഇല ഇങ്ങനെ ഇളക്കുമ്പോൾ ചട്ടി അനങ്ങാൻ പാടില്ല. അപ്പോൾ ഇത് നല്ല കനമുള്ളത് കൊണ്ട് അവിടെ ഇരുന്നുള്ളൂ. ഇതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത്. ഇതിലേക്ക് നല്ലോണം ചെറിയുള്ളി, ഇത് മുളച്ച ചെറിയുള്ളിയാണ്, നന്നായിട്ട് കഴുകി ഒരു വിധം നുറുക്കിയെടുത്തതാണ്. കൂടെ ഒരു 7-8 കാന്താരി മുളകും കൂടി കീറിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനിതിലേക്ക് ഇടുന്നത് ആദ്യം ഈ ചെറിയുള്ളിയാണ്. തീയൊന്ന് താത്തി കൊടുക്കണേ. നല്ലോണം എണ്ണ തിളക്കുന്ന സമയത്ത് ഇട്ട ശേഷം തീയൊന്ന് താത്തി കൊടുക്കണം. കാരണം ഈ ഒരു കറിക്ക് കരിഞ്ഞ മണം ഒരിക്കലും വരരുത്, നല്ല ഫ്രഷായിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് തീ താത്തി കൊടുത്തിട്ടുള്ളത്. നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് കാന്താരി മുളക് ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ ഈ ഒരു കറിയിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി, 1 സ്പൂൺ ഉപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അതും കൂടെ കൊത്തിക്കൊടുക്കാം. കാന്താരി മുളക് അരിയുമ്പോൾ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. നല്ല എരിവായതുകൊണ്ട് എരിവ് ആ കയ്യിലേക്ക് പറ്റി പിടിക്കും. അതുകൊണ്ട് ഒരു ഗ്ലൗസ് ഇട്ടിട്ടൊക്കെ നിങ്ങൾ അരിഞ്ഞാൽ മതിയാകും. ഇത് നല്ലോണം ഇളക്കി ഒരു മൊരിഞ്ഞ് വരുന്ന സമയത്താണ് നമ്മൾ നല്ല കൊഴുത്ത കഞ്ഞിവെള്ളം, ഇത് ഞാനിവിടെ മട്ടയരി ചോറിൻ്റെ കഞ്ഞിവെള്ളമാണ്. ഈ ഒരു കഞ്ഞിവെള്ളം 1 ഗ്ലാസ് നമുക്ക് ഇതിലേക്ക് പകർന്നു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചെറിയ ഉള്ളി, കാന്താരി മുളക് ഇത് രണ്ടും വെളിച്ചെണ്ണയിൽ കടന്ന് മൊരിഞ്ഞ് വന്നിരിക്കുകയാണ്. ഈ സമയത്ത് കരിയരുത്. ഈ സമയത്ത് നമ്മൾ തീയൊന്ന് താഴ്ത്തിയിട്ട് ഈ കഞ്ഞിവെള്ളം ഇതിലേക്ക് പകർന്നു കൊടുക്കും. 1 ഗ്ലാസ്സാണ് ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ 1 ഗ്ലാസ് പോരാ, ഇല കുറച്ച് കൂടുതലുണ്ട്. അപ്പം ഞാൻ വീണ്ടും 1 ഗ്ലാസ് കൂടെ പകരുകയാണ്. ഇപ്പോൾ ഈ ഉള്ളിയൊക്കെ ഇതിൻ്റെ മേലെ ഇങ്ങനെ പാറി വരും. ഇനി ഇതൊന്ന് തിളക്കട്ടെ. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഉപ്പ് നമ്മൾ പാകത്തിനിടണം, എന്നാലാണ് അതിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് കിട്ടുക. ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഈ മത്തൻ്റെ ഇല ഇട്ട് കൊടുക്കുകയാണ്. മുഴുവൻ മത്തൻ്റെ ഇലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് പതുക്കെ നമുക്ക് ഇളക്കി കൊടുക്കാം. കുറേ ഇലയുണ്ടെന്ന് തോന്നും, പക്ഷേ ഇത് കറിയായി വരുമ്പോൾ 2 ആൾക്ക് കൂട്ടാനുള്ള കറിയേ ഉണ്ടാവുകയുള്ളൂ. പതുക്കെ ഇളക്കി കൊടുത്താൽ മതി. ഇങ്ങനെ അമർത്തി കൊടുക്കും. ഇതിന് ശേഷം നമുക്കിത് ഒരു 4 മിനിറ്റ് ഇങ്ങനെ തിളക്കട്ടെ. ചെറു തീയില്ല കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ 4 മിനിറ്റ് ഇത് തിളപ്പിച്ചെടുത്തിരിക്കുകയാണ്. മത്തൻ്റെ ഇലയൊക്കെ ഈ കഞ്ഞിവെള്ളത്തോടു കൂടി വെന്ത് നല്ല കൊഴുപ്പായിട്ടുണ്ട്. ഇത് കഞ്ഞിക്കാണ് നല്ലത്, ചോറിനും പറ്റും. ഇതാദ്യമേ കൂട്ടി ശീലിച്ചവർക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കറിയാണ്. പുതുതായി പരിചയപ്പെടുന്നവർക്ക് ആദ്യമൊന്നും ഇഷ്ടമുണ്ടാവില്ല. എന്നൊരു 4 പ്രാവശ്യം ഉണ്ടാക്കി നോക്കൂ. പിന്നീട് നമ്മളിതിനെ സ്നേഹിക്കും. നല്ല ചൊടിയുള്ള ഒരു കറിയാണ്. ഈ കാന്താരി മുളകിൻ്റെ ഒരു രുചി ഇതിലേക്ക് വന്നാൽ നല്ല രസമാണ്. ഈ കഞ്ഞിവെള്ളം
നല്ല കൊഴുത്തതായിരിക്കണം എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ ഉപ്പ് ഏറിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി കഞ്ഞിവെള്ളം ചേർത്തിയാൽ മതി. കാരണം ഇലകളിൽ ഈ ഉപ്പ് അത്ര പിടിക്കില്ല. ഉപ്പ് നോക്കിയിട്ട് വേണം നിങ്ങൾ ഇടാൻ. അപ്പോൾ ട്രൈ ചെയ്യൂ ഗൈസ്.